പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് പൂവത്തൂരിൽ ഒരു സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി. ആശങ്കപ്പെടേണ്ട, ചെറിയ പരിക്കുകളേ ഉള്ളൂ. പൂവത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ ബസ്സാണ് തോട്ടിലേക്ക് മറിഞ്ഞത്. വണ്ടിത്തടം പൂവത്തൂർ റൂട്ടിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 15 കുട്ടികളെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സുനീഷ അയലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനീഷ, എന്താ സംഭവിച്ചത്? വണ്ടി സൈഡ് തെറ്റി അങ്ങ് തോട്ടിലോട്ട് പോയി, അങ്ങ് വല്ലാതെ മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി എന്ന് വേണം കരുതാൻ. കുട്ടികൾക്ക് ഗുരുതരമായ പരിക്കൊന്നും ഇല്ലല്ലോ അല്ലേ സുനീഷ? ഇല്ല അരുൺ, നിലവിൽ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് സാരമായ പരിക്കുകളില്ല എന്നുള്ളത് തന്നെയാണ്. അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള പൂവത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ വാഹനമാണ് ഈ തോട്ടിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. അപകടം നടന്നത് പൂവത്തൂർ റൂട്ടിൽ തന്നെയാണ്. അതായത് സ്കൂളിലേക്ക് എത്താറാകുമ്പോൾ ഈ വണ്ടിത്തടം പൂവത്തൂർ റൂട്ടിലാണ് ഈ അപകടം നടക്കുന്നത് എന്നുള്ളതാണ്. സ്കൂൾ എത്തുന്നതിന് മുന്നേ തന്നെ തൊട്ടടുത്തായി ഒരു കനാൽ സംവിധാനം, തോട് പോലെ ഒരു സംവിധാനമുണ്ട്. ആ ഇടത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ വാഹനം സൈഡ് കൊടുക്കുമ്പോൾ മറിഞ്ഞതാണോ എന്നൊരു സംശയമാണ് നിലവിൽ ഇപ്പോൾ പറയുന്നത്. 10-20ഓളം കുട്ടികൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റ് കുട്ടികൾക്കൊന്നും പരിക്കില്ല. ഇവർ വെള്ളത്തിലേക്ക് വീണിരുന്നു, പക്ഷേ ആഴമില്ല ഈ വെള്ളത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, ഈ കനാലിന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു കുട്ടിക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്, മറ്റു കുട്ടികൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ അവരെ കാരക്കോണത്തും നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്കും ഒക്കെയായി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. ഏതായാലും മറ്റു പരിക്കുകളില്ല, സാരമായ പരിക്കുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. നിലവിൽ അവരെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ഏതായാലും എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു. സുനീഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്. തോട്ടിലേക്ക് സ്കൂൾ ബസ് മറിഞ്ഞു. വലിയ കാര്യമായ ഒരു അപകടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കുട്ടികൾക്ക് അങ്ങനെ ഗുരുതരമായ പരിക്കില്ല. 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇടിച്ചു പോയിട്ടാണ്.